ذلك خير وأحسن تأويلا. ഏറെ സ്നേഹവും ആദരവും നിറഞ്ഞ സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തു നിന്നും അകലിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകി. ആ അവസരത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന നമ്മുടെ സമയവും ആരോഗ്യവും ആ അല്ലാഹുവിനെ അടുത്തറിയുവാനും അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിച്ചാൽ, കർമ്മങ്ങൾ എപ്രകാരമാണോ ഏറ്റവും മനോഹരമായി നിർവഹിക്കുവാൻ സാധ്യമാകുന്നത്, അത്തരം ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ വീടാണ് സ്വർഗം. ആ സ്വർഗത്തിൽ നേടുവാൻ, സ്വർഗം കരസ്ഥമാക്കുവാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയുമാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത്. ഈ കേരളത്തിന്റെ മണ്ണിൽ വിദ്യാഭ്യാസപരമായും മതപരമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമ്പത്തികമായും കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഏറ്റവും ഉയർന്ന ഉന്നതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ എണ്ണിയാൽ തീരാത്തതാണ്. എന്തായിരുന്നു ഈ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഒരു കാലഘട്ടത്തിലെന്ന് എന്റെ പ്രിയപ്പെട്ട സമകാലിക സാഹചര്യത്തിൽ ജീവിക്കുന്ന പുതുതലമുറയിലുള്ള ആളുകൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നത് ഒരു വലിയ മതപരമായ ഉത്തരവാദിത്തമായി നാം കാണേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള വളർച്ചയെക്കുറിച്ചുള്ള പൊങ്ങച്ചം പറയുവാനോ അഹന്ത കാണിക്കുവാനോ, അതല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ വളർച്ചയെക്കുറിച്ച് ഉയർത്തി കാണിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് പിടിക്കുവാനോ വേണ്ടിയല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രഭാഷണത്തിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങളെ എഴുതി എണ്ണി കാണിക്കുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള അവരുടെ വളർച്ചക്കും സ്ഥായിയായുള്ള നിലനിൽപ്പിനും വേണ്ടിയാണെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ സംഭാവനകളും ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിപ്പിക്കുന്നത് ഇതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക്, ഇതിനെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഇതെന്തായിരുന്നു, ഇത് എന്തിനു വേണ്ടിയായിരുന്നു, ഇത് എന്തുകൊണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാൻ അല്പകാര്യങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം സമൂഹം ജീവിച്ചിരുന്നത് അറിവില്ലാത്ത ഒരു സമൂഹമായിട്ടാണ്. മതവിദ്യാഭ്യാസം കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നില്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾ അന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇരുട്ടിന്റെ അറയിലായിരുന്നു. യഥാർത്ഥത്തിൽ 910 കാലങ്ങളിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥയെന്ന് ചരിത്രം പരിധി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നു കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ? മന്ത്രവാദികളായിരുന്നു, ദുർമന്ത്രവാദികളായിരുന്നു ഈ തെരുവുകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അവർ ഊരിച്ചുറ്റുകയായിരുന്നു. മുസ്ലിമീങ്ങൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ശവകുടീരങ്ങളിലേക്കും അതുപോലെ തന്നെ പൈശാചിക പ്രവർത്തനങ്ങളിലൂടെയും ആത്മീയത കണ്ടെത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഏകദൈവ വിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ വിജയത്തിന്റെ പാത എന്ന് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഫൈസൽ ബാബു സംസാരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ വിശ്വാസമായ ഇസ്ലാമിന്റെ യഥാർത്ഥ തനതായ ആശയം, ആദർശം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവ വിശ്വാസിയായ
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവന് ലഭിക്കുന്ന നിർഭയത്വമുണ്ടല്ലോ, അമ്നുണ്ടല്ലോ, ആ അമ്ന് നിർഭയത്വമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഒരു 100 വർഷക്കാലം മുമ്പ് ഈ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിമീങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. മതവിദ്യാഭ്യാസമില്ല, വിവരമില്ല, വിജ്ഞാനമില്ല. ഉണ്ടായിരുന്നതോ ഏതെങ്കിലും തങ്ങന്മാരും ബീവിമാരും പറയുന്ന, ഏതെങ്കിലും മന്ത്രവാദികൾ പറയുന്ന എന്താണോ പറഞ്ഞത് അത് പ്രമാണമായി സ്വീകരിച്ച് അത് മതമായി കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ നാടിലുണ്ടായിരുന്നത്. ജിന്നും പിശാചും റൂഹാനിയും തുടങ്ങിയ കെട്ടുകഥകൾ പുരോഹിതന്മാർ പ്രഭാഷണങ്ങളിലൂടെ, രാത്രികാല വാതുകളിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും, പേടിപ്പെടുത്തും. അങ്ങനെയുള്ള ഈ ജിന്ന് കഥയും പിശാച് കഥയും ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത് മതത്തെക്കുറിച്ചുള്ള ബോധമെന്ന് പറയുന്നത് ചില പാട്ടുകളായിരുന്നു. കുപ്പിപ്പാട്ടും അതുപോലെ തന്നെ പക്ഷിപ്പാട്ടും മാലപ്പാട്ടും തുടങ്ങിയ സൂഫി ശീഇകൾ ഈ എഴുതി വെച്ചിട്ടുള്ള പാട്ടുകളായിരുന്നു ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് പ്രമാണമായിട്ടുണ്ടായിരുന്നത്. ഞാനിത് വെറുതെ പറയുകയല്ല. ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന എന്റെ പൂർവികരായ ആളുകൾ നിങ്ങളുടെ നാടുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരോട് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാവുന്നതാണ്. ചരിത്രം അറിയേണ്ട ആളുകളാണെങ്കിൽ ഏതെങ്കിലും ലൈബ്രറികളിൽ ചെന്ന് കേരളത്തിന്റെ നവോത്ഥാനത്തിനെ കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നടത്തേണ്ടതാണ്. നിങ്ങൾക്കറിയുമോ, 1910 കാലഘട്ടങ്ങളിൽ തുടങ്ങുന്ന സമയത്ത് മതവിദ്യാഭ്യാസം അവിടെ നിൽക്കട്ടെ, എഴുത്തും വായനയും അറിയാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു കേരളത്തിലെ മുസ്ലിമീങ്ങൾ ജീവിച്ചിരുന്നത്. എന്താണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കാതെ, എന്താണ് മതമെന്ന് മനസ്സിലാക്കാതെ മലയാള ഭാഷ ആര്യ ഭാഷയാണ്, അഥവാ അത് ഹൈന്ദവരുടെ ഭാഷയാണ്, അത് പഠിക്കാൻ പാടില്ല എന്ന് ഫിത്ന നിറഞ്ഞ ഫത്വകൾ പുറപ്പെടുവിപ്പിച്ചിരുന്ന പുരോഹിതന്മാരായിരുന്നു ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്നത്. ക്രിസ്ത്യാനിയുടെ ഭാഷയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ്, അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയും മലയാള ഭാഷയും പഠിപ്പിക്കാതെ പഠിക്കുന്നതിൽ നിന്ന് പിറകോട്ട് വലിക്കുകയാണ് ഇവിടെയുള്ള പുരോഹിതന്മാർ ചെയ്തിരുന്നത് എന്നത് ഏതെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വിസമ്മതിപ്പിക്കാൻ കഴിയും, അതിനെ നിങ്ങൾക്ക് സമ്മതിക്കില്ല, അതല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അവിടെയാണ് തുടങ്ങുന്നത്. നമ്മുടെ കുറച്ച് അകലം കൂടി ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കൊച്ചി, അവിടെയായിരുന്നു ബഹുമാനനായ സനാഉല്ലാ മഖ്ദി തങ്ങൾ. അദ്ദേഹം തന്റെ തൂലികകൾ കൊണ്ട് അദ്ദേഹം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ്. ഏകദൈവ വിശ്വാസം കൃത്യമായി ജനമനസ്സുകളിലേക്ക് എഴുതി പഠിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണ്. ആ സമയത്ത് നമ്മുടെ നാടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പക്ഷിപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും അതുപോലെയുള്ള ഈ മാലപ്പാട്ടുകളുമായി വീടുകളിൽ ഈ നിലക്കുള്ള നഫീസത്ത് മാലയും അതുപോലെ തന്നെ മങ്കൂസ് മൗലിദും അതുപോലെ തന്നെ ആ നിലക്കുള്ള പാട്ടുകളും ബൈത്തുകളും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം വീട്ടിൽ ഒന്നിച്ചിരുന്ന് വട്ടം കൂടിയിരുന്ന് പാടുക എന്നതായിരുന്നു കേരളത്തിലെ ഒരു കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ ആത്മീയമായ ഒരു ആരാധന എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് അറിയുമോ? ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ശൈത്താൻ കൂക്കും, മന്ത്രവാദിയുടെ അതുപോലെ തന്നെ ചൂഷണങ്ങളും നമ്മുടെ നാട്ടിൽ നിറഞ്ഞാടി. ഈ നിലക്ക് മതപുരോഹിതന്മാരായ ആളുകൾ, ഈ നിലക്കുള്ള ആളുകൾ, മതപുരോഹിതന്മാരായ ആളുകൾ ഇസ്ലാം പഠിപ്പിക്കാതെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ നിലക്ക് ജനമനസ്സുകളെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അതിൽ വീണ്ടുപോയി. എന്നിട്ടോ ആ നിലക്ക് ഇസ്ലാമിനെ കുറിച്ച് തിരിച്ചറിയാത്ത ഈ മുസ്ലിമീങ്ങളായ ആളുകൾ അവരെ പല രൂപത്തിലുള്ള ആത്മീയ പ്രഭാഷണങ്ങളിലൂടെ ചൂഷണം ചെയ്യാനായിരുന്നു ഇവിടെയുള്ള മതപുരോഹിതന്മാർ ഉപയോഗപ്പെടുത്തിയത്. രോഗങ്ങൾ ഉണ്ടാകുമ്പോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, യാതനകളും വേദനകളും ഉണ്ടാകുമ്പോ, അത് അപസ്മാരമാകട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും
ലോകത്തിലുള്ള മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടാകുമ്പോ അത് ശൈത്താൻ കൂടിയതാണ്, അതിന് കൂടോത്രമുണ്ട്, അത് കണ്ണേറ് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഹോമവും മന്ത്രവും കൂടോത്രങ്ങളും പ്രചാരണം നേടി ഈ നിലക്കുള്ള പുരോഹിതന്മാർ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ നിറഞ്ഞാടി നിൽക്കുകയായിരുന്നു. അക്ഷരങ്ങളോടും അക്ഷരമുറ്റത്തോടും അങ്ങേയറ്റത്തെ യുദ്ധമാണ് ഇവിടെയുള്ള പുരോഹിത വർഗം പ്രഖ്യാപിച്ചത്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മലയാള ഭാഷ ഹിന്ദുവിന്റെ ഭാഷയാണ്, അത് പഠിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് ഭാഷ ക്രിസ്ത്യാനികളുടെ ഭാഷയാണ്, അവർ വഴിതെറ്റിപ്പോയ ആളുകളാണ്, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കുക നരകത്തിലെ ഭാഷയാണ്, അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളെ വിദ്യാഭ്യാസപരമായി ഉയർത്തുന്നതിന് പിറകോട്ട് വലിച്ചുകൊണ്ട് ഇവിടെയുള്ള പുരോഹിതന്മാർ മുസ്ലിം സമൂഹത്തെ ചവിട്ടി താഴ്ത്തുകയായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യസിക്കുവാൻ പാടില്ല, സ്ത്രീ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല, അവൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു ജീവൻ മാത്രമാണ്, അവൾ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ അടച്ചിട്ടുകൊണ്ട് സ്ത്രീകളെ വിദ്യാഭ്യസിക്കുന്നതിൽ നിന്ന് പിറകോട്ട് വലിച്ച പുരോഹിത വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടാക്കിയ വിപ്ലവം എന്തായിരുന്നു? അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കടന്നുവരവ്. ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വരുന്നത് ആ നിലക്കാണ്. വസൂരി വന്ന്, കോളറ വന്ന് ഒരുപാട് ആളുകൾ മരണപ്പെടുകയാണ്. ആ മരണപ്പെടുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ബാപ്പമാരെ നഷ്ടപ്പെട്ടു, പിതാക്കന്മാരെ നഷ്ടപ്പെട്ടു, വല്യപ്പമാരെ നഷ്ടപ്പെട്ടു. ആ കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടി യത്തീംഖാനകൾ ഉണ്ടാക്കിയപ്പോ യത്തീമിനെ വഞ്ചിക്കുകയാണ്. യത്തീംഖാന തുടങ്ങുന്നതിന് പിറകോട്ട് വന്ന പുരോഹിത വർഗം. ചാലിലകത്ത് മുഹമ്മദ് ഹാജി മദ്രസ വിദ്യാഭ്യാസം തുടങ്ങിയപ്പോ മദ്രസയുടെ മീമ് ജഹന്നമിന്റെ മീമാണ്, നരകത്തിലേക്കാണോ നിങ്ങളെ മക്കളെ പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകാതെ നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ മതപരമായ വിദ്യാഭ്യാസത്തിൽ നിന്ന് പിറകോട്ട് കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലുള്ള പുരോഹിത വർഗം ചെയ്തത്. നോക്കൂ നിങ്ങൾ, മതവാണിഭ്യമാണ്, മതവാണിഭ്യം നിറഞ്ഞാടുകയായിരുന്നു നമ്മുടെ നാട്ടിൽ. മന്ത്രവാദ ചികിത്സകൾ കൊണ്ട് ആത്മീയ ചൂഷണം നടത്തി ഈ നാട്ടിൽ ഒരുപാട് പീഡനങ്ങൾ നടത്തി, കൊലപാതകങ്ങൾ നടത്തി, ദുർമരണങ്ങൾ ഉണ്ടായി. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഈ സംഭവങ്ങളെ മറക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും ഇതിനെ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഈ കേരളത്തിന്റെ മുസ്ലിമീങ്ങൾ ഏറ്റുവാങ്ങിയ സങ്കടങ്ങളും വേദനകളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന പുരോഹിത വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? കണ്ണൂക്കും, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കണ്ണൂക്കും 40 ആണ്ടും അതുപോലെ തന്നെ ആ നിലക്കുള്ള തെൽക്കീൻ ചെല്ലലുമായി മരണ വീടുകളിൽ ഈ പുരോഹിത വർഗം നിറഞ്ഞാടുകയാണ് ഉണ്ടായത്. ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടുവാൻ കാത്തിരിക്കുകയാണ്. അതൊരു വല്ലാത്ത വരുമാന മാർഗമായി മാറുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാടിൽ വലിയ സങ്കടത്തോടുകൂടി ജീവിച്ചിരുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഒരു വല്ലാത്ത വേദനയുണ്ടായിരുന്നു. തനിക്കെങ്ങാനും ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നത് എങ്കിൽ പല പാപ്പമാരും നെഞ്ചിൽ കൈവെക്കുന്ന ഒരവസ്ഥ. എന്തേ കാരണം? പെൺകുട്ടിയാണ്, അവളെ കെട്ടിച്ചയക്കുന്നത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമായി മാറിയ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്തേ കാരണമെന്നറിയുമോ? ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് ഏതെങ്കിലും അന്യ വീട്ടിലേക്ക് അയക്കണമെങ്കിൽ, ഒരു ചെറുക്കന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കണമെങ്കിൽ ഭാരിച്ച ഉത്തരവാദിത്തം. എങ്ങനെയാണത്? വലിയ സ്ത്രീധനമായിരുന്നു നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഈ സ്ത്രീധനം വാങ്ങുന്നത് ഹലാലാണ്, അനുവദനീയമാണ് എന്ന് ഫിത്ന നിറഞ്ഞ ഫത്വ നൽകിയ പുരോഹിതന്മാരായിരുന്നു കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ആ സ്ത്രീധനത്തിന്റെ വിഹിതം വാങ്ങുകയും വീടുണ്ടാക്കുകയും പുതിയ ബിസിനസ് തുടങ്ങുകയുമായിരുന്നു ആ കാലഘട്ടത്തിലെ പുരോഹിത വിഭാഗം ചെയ്തത് എന്നത് ആർക്കാണ് തിരസ്കരിക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെ വിശ്വാസിയുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്ന സകാത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ധാരണ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് 915 ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്
ചോദിച്ചാൽ ഇല്ല 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 എന്ന് തന്നെയാണ് ഉത്തരമുണ്ടാവുക. കാരണം എന്താണ് സക്കാത്ത് എന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കറിയില്ലായിരുന്നു. റമദാൻ 27 ആകുമ്പോ ഏതെങ്കിലും ആളുകൾ വീട്ടിലേക്ക് വരുമ്പോ അവന്റെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന തുട്ട് നാണയങ്ങൾ കൊണ്ട് എന്റെ സക്കാത്തിന്റെ വിഹിതം വീടി എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന ആളുകൾ, സക്കാത്ത് എന്താണെന്നറിയാത്ത ആളുകൾ, നമസ്കാരം എന്താണെന്നറിയാത്ത ആളുകൾ, നോമ്പ് എന്താണ്, അതിന്റെ മതവിധികൾ എന്താണ് എന്നറിയാതെ എല്ലാം ഏതെങ്കിലും രൂപത്തിൽ ഒരു ഉസ്താദോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങളോ ഏതെങ്കിലും ഒരു വല്ലാക്കയോ എന്തെങ്കിലും ബലത്തിന് ഇടത്തോട്ട് അറബി പദം പറഞ്ഞാൽ അത് ഇസ്ലാമാണെന്നും അത് മതമാണെന്നും തെറ്റിദ്ധരിച്ചു പോയ ഒരു കാലഘട്ടത്തിലായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സമൂഹങ്ങൾ ജീവിച്ചിരുന്നത്. എത്രത്തോളം എന്നറിയുമോ? പാരമ്പര്യമായ വേഷം ഇസ്ലാം വേഷമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. തലമൊട്ടയടിക്കുന്നത് പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു. അല്ല, അങ്ങനെയായിരുന്നു പുരോഹിത വിഭാഗം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ വളർത്തിയിരുന്നത് എന്നത്. മന്ത്രങ്ങളും മശിയത്തും മൗലിദും റാത്തീബും അതുപോലെ തന്നെ നൂലും ഏലസും ജാറം മൂടലും അതുപോലെ കൂട്ടവാങ്ങുവിളിയും ചികിത്സയായിട്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ, നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർ, പുരോഹിത വർഗം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത്. എന്തെങ്കിലും രൂപത്തിലുള്ള രോഗം വരുമ്പോ അത് ഹോമമായി, മന്ത്രവാദങ്ങളായി, ചികിത്സയായി, നൂലുകെട്ടലായി. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് ജാറം മൂടുന്നതും ആ നിലക്കുള്ള ആഘോഷ പരിപാടികളുമായി നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ആത്മീയമായി ചൂഷണം ചെയ്ത് അവരുടെ സാമ്പത്തികമായി അവർ നേടിയെടുത്ത അവരുടെ ധനം കൊള്ളയടിക്കുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ ചെയ്തത് എന്നത് ആർക്കാണ് പ്രിയപ്പെട്ടവരെ ഇല്ല എന്ന് പറയാൻ കഴിയുക? പരിശുദ്ധ ഖുർആന് അത് ജീവിതത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കുന്ന അള്ളാഹുവിന്റെ കലാമാണ്. പരിശുദ്ധ ഖുർആൻ 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്കിടയിലേക്ക് ഇറങ്ങിയ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കിയ, പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ മഹത്തായ അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഓതിയിട്ടാണ് പ്രിയപ്പെട്ടവരെ പെൺകുട്ടിയെ ജീവനോട് കുഴിച്ചു മൂടിയ അറബികളെ പരിവർത്തനത്തിന്റെ മനസ്സിലുണ്ടാക്കിയത്. കരിങ്കല്ല് പോലെ, പാറക്കട്ടി പോലെയുള്ള ഹൃദയമുണ്ടായിരുന്ന അറേബ്യയുടെ മനസ്സിനെ അലിവിന്റെ അരുവികളാക്കി മാറ്റിയത് പരിശുദ്ധ ഖുർആനായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് വർഷങ്ങളോളം യുദ്ധം ചെയ്ത് പകയും വിദ്വേഷവും വെറുപ്പുമായി ജീവിച്ചിരുന്നവരെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അലിവിന്റെ അരുവികളായി പരസ്പരം ചേരുപടി ചേർക്കപ്പെട്ട ഒരു വലിയ ഉത്തമ തലമുറയായി, ഉത്തമ സമൂഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ മാറ്റാൻ കഴിഞ്ഞത് പരിശുദ്ധ ഖുർആനായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഖുർആനെ കുറിച്ച് അല്ലാഹു തന്നെ പറഞ്ഞത് ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധകാരത്തിൽ ജീവിച്ച ആളുകളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനെ കൊണ്ട് ചെയ്തത്. ആ ഖുർആനെ ഞങ്ങൾ പഠിക്കണം. ആ ഖുർആനിനെ നിങ്ങൾ ആശയം കൊണ്ട് പഠിക്കണം, ആശയ തലത്തിൽ പഠിക്കണം. മലർന്നു കിടക്കുന്ന വാക്കുകളിലൂടെയെല്ലാം മറഞ്ഞു കിടക്കുന്ന ആശയങ്ങളിലൂടെ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി, ഖുർആനിന്റെ അടിത്തട്ടുകളിലേക്ക് ഇറങ്ങി അതിലൊളിഞ്ഞിരിക്കുന്ന മണിമുത്ത് വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പകർത്തണമെന്ന്, പരിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്ന പണ്ഡിതന്മാർ ഇവിടെ വെച്ചുകൊണ്ട് പ്രബോധനം നിർവഹിച്ച ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പുരോഹിത വിഭാഗം പറഞ്ഞത്, ഖുർആൻ ക്ലാസുകൾ തുടങ്ങിയപ്പോ അതേ ഖുർആനിനെ ഇതാ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനത്തിന്റെ ആളുകൾ ക്ലാസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. എന്തായിരുന്നു ഞാനിത് പറയാനുള്ള കാരണം? പ്രിയപ്പെട്ടവരെ, ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോ അതേ ഖുർആനിനെ ഇവിടെ ഇതാ വഹാബികളും മുജാഹിദുകളും പുത്തൻവാദികളും എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി ഇവരിതാ ഖുർആനിനെ ക്ലാസ്സിലാക്കിയിരിക്കുന്നു എന്ന് അപമാനിക്കുകയാണ്, കളിയാക്കുകയാണ് ഇവിടെയുള്ള പുരോഹിത വർഗം ചെയ്തത്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഈ കേരളത്തിലെ മതപുരോഹിത വർഗത്തിന് എത്രത്തോളം ഇംഗ്ലീഷിൽ ജ്ഞാനമുണ്ട്, നോളജുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ്. ക്ലാസും തമ്മിലുള്ള അന്തരം പോലും അറിയാത്ത, ക്ലാസും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത, അർത്ഥം പോലും
പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലെ പുരോഹിത വിഭാഗം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, ഭൗതികമായ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നില്ല, അതിന് യാതൊരു പ്രോത്സാഹനവുമില്ല. കാരണം എന്താണ്? ഈ കുപ്പിപ്പാട്ടും ഈ മഷിപ്പാട്ടും അതുപോലെ പക്ഷിപ്പാട്ടും ഈ മാലകളും ഈ മൗലൂദുകളും ഈ മന്ത്രവാദ ചികിത്സകളും ഈ ഏലസ് കെട്ടലും ഈ നൂലൂരി കൊടുക്കലും ഈ ജാറം മൂടലും ഈ ജിന്ന ചികിത്സയും ഈ നിലക്കുള്ള ആണ്ട് കഴിക്കലും 40 കഴിക്കലും ആ നിലക്ക് തെൽക്കൻ ചെല്ലലും ആ നിലക്ക് മൗലൂദ് പാരായണങ്ങൾ കൊണ്ട് മാത്രമേ സ്വന്തം വയറ് വീർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. സ്വന്തം ഉപജീവനമായിരുന്നു അത് സമൂഹത്തിലുള്ള ആളുകൾ അതിൽ നിന്ന് മാറിപ്പോയാൽ, അതിൽ നിന്ന് തെറ്റിപ്പോയാൽ ഞങ്ങളുടെ വരുമാനം മുട്ടുമെന്ന് ഇവിടെയുള്ള പുരോഹിത വർഗത്തിന് കൃത്യമായ ബോധ്യമുണ്ടായത് കൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അതിൽ നിന്ന് പിറകോട്ട് വലിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ മുജാഹിദുകൾ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി കടന്നു വരികയാണ്. എത്രത്തോളം എന്നറിയുമോ? നിങ്ങൾക്കറിയുമോ? വക്കം മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഈ മൊയ്ദ് മൗലവിയും KM മൗലവിയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ ഒരുപാട് ഒട്ടനകം നിസ്വാർത്ഥമാരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ കൃത്യമായി തൗഹീദ് പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് നവോത്ഥാനത്തിന്റെ പാത എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവർ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്ധകാരം എങ്ങനെയാണ്? അന്ധവിശ്വാസത്തിന്റെ മേഘങ്ങളായിരുന്നു ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നത്. അനാചാരങ്ങളുടെ മരങ്ങളായിരുന്നു ഈ കേരളത്തിന്റെ എല്ലാ ദിക്കുകളിലും പടവൃക്ഷങ്ങളായി ഉയർന്നു വന്നിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂര് അഴീക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന മഹാരഥനായ പണ്ഡിതനാണ് KM മൗലവി. KM മൗലവി ഒരു സർവേ നടത്തുകയാണ്. എന്താണ് നടത്തിയ സർവേ? അദ്ദേഹത്തിന്റെ നാട്ടിൽ അല്പമൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. ആ വീടുകളിൽ അദ്ദേഹം ഒരു സർവേ നടത്തി. എങ്ങനെയാണ് ഇവരുടെ മതപരമായ അറിവ് എന്നായിരുന്നു അതിന്റെ ചോദ്യം. മതപരമായ മുസ്ലിം സമൂഹത്തിന്റെ അറിവ് എന്തായിരുന്നു? ഞാൻ ആമുഖമായി സൂചിപ്പിച്ചല്ലോ, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഇശാ നമസ്കാരം വരെ ഒരുപാട് ആളുകൾ ആ വീട്ടിൽ ഒരു വലിയ തീകുണ്ടാരം ഉണ്ടാക്കി അതിന് ചുറ്റും നിന്നുകൊണ്ട് അതുപോലെ മങ്കൂസ് മൗലൂദ്, അതുപോലെ നഫീസത്ത് മാല, ഇങ്ങനെയുള്ള കുപ്പിപ്പാട്ടുകളും പക്ഷിപ്പാട്ടുകളും പാടുക, ഈണത്തിൽ പാടുക എന്നതാണ്. ഈ നിലക്കുള്ള സമ്പ്രദായമാണ് ഉള്ളത് എന്നറിഞ്ഞപ്പോ KM മൗലവി ഞെട്ടിപ്പോവുകയാണ്. ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിൽ ഒരു വിജ്ഞാനവുമില്ലാത്ത ഒരു കാലം ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടല്ലോ, ഒരു പ്രദേശങ്ങളുണ്ടല്ലോ. ഈ പ്രദേശങ്ങൾ ഞാൻ ജീവിക്കുന്ന അല്പമെങ്കിലും വിദ്യാഭ്യാസമുള്ള സാക്ഷരതയുള്ള ആളുകൾ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ എന്താകുമെന്നതാണ് KM മൗലവി ഭയപ്പെട്ടത്. KM മൗലവിയും അതുപോലെ തന്നെ വക്കം മൗലവിയും തമ്മിൽ പരിചയപ്പെടുകയാണ്. വക്കം മൗലവിയും KM മൗലവിയും ഈ മൊയ്ദ് മൗലവിയും
പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞു വന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹം ഏറ്റവും വലിയ ഇരുണ്ട അന്ധകാരത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. മതപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസവുമില്ല, ഭൗതിക വിദ്യാഭ്യാസമില്ല, രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ ഒരു വളർച്ചയുമില്ല, ഒരു പങ്കുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ KM മൗലവിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഈ മൊയ്തു മൗലവിയും അതുപോലെയുള്ള പണ്ഡിതന്മാർ ഒന്നിച്ചിരുന്ന് ഒരു വലിയ ആലോചന നടത്തുകയാണ്. ആ ആലോചനയുടെ പരിണഫലമായി സനാഉല്ലാ മക്തി തങ്ങൾ അടക്കമുള്ള ആളുകൾ 1913 സനാഉല്ലാ മക്തി തങ്ങൾ തന്റെ തൂലികകൾ കൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥമായ തൗഹീദ്, ഏകദൈവ വിശ്വാസം, ആദർശം, ആശയം ആളുകളുടെ മനസ്സുകളിലേക്ക് എത്തിപ്പിക്കുന്നത്. അവിടെ നിന്ന് KM മൗലവിയും വക്കം മൗലവിയും ഈ മൊയ്തു മൗലവിയും സനാഉല്ലാ മക്തി തങ്ങൾ അടക്കമുള്ള ആളുകളെല്ലാം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർ ഒന്നടങ്കം ഒന്നിച്ചിരുന്ന് ഒരു മീറ്റിംഗ് കൂടി ഒരു തീരുമാനമെടുക്കുകയാണ്. നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, വളരെ മോശമാണ്. അവരെ മതപരമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്, അവരെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്, അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട്. ആ സമയത്താണ് 1922 നിഷ്പക്ഷ സംഘം എന്ന രൂപത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു മുസ്ലിം സംഘടന രൂപപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സംഘടന 1922 നിഷ്പക്ഷ സംഘം എന്ന പേരിൽ അറിയപ്പെട്ടു, അഥവാ പിന്നീട് ഐക്യസംഘം എന്ന പേരിൽ അറിയപ്പെടുകയാണ്. ആ ഐക്യസംഘത്തിന്റെ ഒന്നാമത്തെ വാർഷികം 1923 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അധ്യക്ഷതയിൽ നടന്നു. അവിടെ നിന്ന് ആ പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി, വന്നു ചേരാൻ തുടങ്ങി. അങ്ങനെയാണ് 1924 ആലുവയിൽ വെച്ച് ഐക്യസംഘത്തിന്റെ രണ്ടാമത്തെ വാർഷികം നടക്കുകയാണ്. രണ്ടാമത്തെ വാർഷികം നടക്കുന്ന സമയത്ത് 1924 നിഷ്പക്ഷ സംഘമായി ഐക്യസംഘമായി മാറിയ മുസ്ലിമീങ്ങളുടെ കേരളത്തിലെ ആദ്യത്തെ സംഘടന മതപരമായും വിദ്യാഭ്യാസപരമായി രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ മുസ്ലിം ഉമ്മത്തിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ അവസ്ഥയെ മനസ്സിലാക്കി വൈജ്ഞാനികമായി മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരള ജംഇയ്യത്തുൽ ഉലമ അഥവാ KJU എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്ന വർഷവും ഞാൻ പറയുന്ന പേരുകളും നിങ്ങൾ സശ്രദ്ധം മനസ്സിലാക്കണം. 1924 കേരളത്തിലെ ആദ്യത്തെ മതസംഘടന, പണ്ഡിത സംഘടനയായി കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രൂപപ്പെടുകയാണ്. ഈ സംഘടന കൃത്യമായി അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരത്തിനെതിരെ പടപൊരുതുകയാണ്. ഈ കുപ്പിപ്പാട്ടുകൾക്കും മൗലീദുകൾക്കും ഈ ജിന്ന് സേവകൾക്കും ഈ ജാറം മൂടലിനും ഈ നിലക്കുള്ള ആത്മീയ ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായി പോരാടുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ, പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തപ്പോ പുരോഹിത വർഗത്തിന് അത് ദഹിച്ചില്ല. ഈ പോക്ക് വലിയ അപകടമാണ്. ഞങ്ങളുടെ വരുമാനം മുട്ടുന്ന വിഷയമാണ്, ഞങ്ങളുടെ അന്നം മുട്ടുന്ന വിഷയമാണ്. യഥാർത്ഥമായ ദീനീ ബോധവും വിജ്ഞാന ബോധവും ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾ പഠിച്ചാൽ അപകടം തന്നെ എന്ന രൂപത്തിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് 1926 അഥവാ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ആദ്യമായി ഒരു ടീം ഇറങ്ങിപ്പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1924 കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന. അതിന്റെ പേരാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. പഠിച്ചു വെച്ചോ, ഇന്നും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടനയായി 1924 രൂപീകരിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയാണ്
എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു പുതിയ സംഘടന ഉണ്ടാക്കി ഒരു വിഭാഗം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് വഹാബികൾ, ഇസ്ലാഹി പ്രസ്ഥാനക്കാർ പുത്തൻവാദികളാണ്, നിങ്ങൾ എന്നാ ഉണ്ടായത്, നിങ്ങൾക്ക് എന്ത് പാരമ്പര്യമായി ഉള്ളത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കുക. കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് മുജാഹിദുകളാണ്. കേരളത്തിൽ ആദ്യം ഉണ്ടായത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ആ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന അന്ധകാരത്തിന്റെ, അനാചാരത്തിന്റെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതി യഥാർത്ഥ ദീനി ഇസ്ലാമിനെ പ്രാമാണികമായി ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരുങ്ങിയ ഈ സമയത്ത് ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് പോയി. മതപരമായി ഇസ്ലാഹി പ്രസ്ഥാനം വലിയ വളർച്ചയാണ് മുസ്ലിം സമൂഹത്തിന് നൽകിയത്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, മദ്രസകൾ ഈ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പോഴാണ് ഈ നാട്ടിലെ പുരോഹിതന്മാർ പറഞ്ഞത്, വഹാബികൾ മക്കളെ ജഹന്നമിലേക്കാണ് പറഞ്ഞയക്കുന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ മദ്രസയിലേക്ക് പറഞ്ഞയക്കരുത്. കാരണം മീമുണ്ടല്ലോ, മദ്രസ എന്ന് തുടങ്ങുന്ന മീമ് ജഹന്നമിന്റെ മീമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നരകത്തിലേക്കാ പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ പ്രസ്ഥാനം തുടങ്ങുന്നതിന് പിറകിലോട്ട് വലിച്ച ആളുകൾ ഇന്ന് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മദ്രസകൾ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പടിക്കുകയാണ്. അവരുടെ പല സ്ഥാപനങ്ങളും തുടങ്ങുന്നത് തന്നെ മീമ് കൊണ്ടാണ്. തുടങ്ങിയതിന്റെ എല്ലാം പേര് തുടങ്ങുന്നത് തന്നെ മീമ് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞ് ഭൗതിക വിദ്യാഭ്യാസത്തിന് പിറകോട്ട് വലിച്ച പുരോഹിത വർഗം ഇന്ന് പറയുന്നത് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഉള്ളത് എന്നാണ്. നോക്കൂ നിങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനം ഈ കേരളത്തിന് വരുത്തിയ മാറ്റങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലെ മുസ്ലിമീങ്ങളായ ആളുകൾ, പ്രിയപ്പെട്ടവരെ, കേരള ജമിയത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന വൈജ്ഞാനികമായ പണ്ഡിത സഭ നേതൃത്വം കൊടുക്കുന്നതിന് ഒരു ബഹുജന സംഘടനയ്ക്ക് വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനം 1980 കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മതപരമായ ഒരു സംഘടന ആരംഭിക്കുകയാണ്. അതിന് പോഷകഘടകങ്ങൾ ഉണ്ടായി, അതിലേക്ക് ആളുകൾ ഒന്നടങ്കം വരികയുണ്ടായി. ഒരു ഫീനിക്സ് പക്ഷി ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് പോലെ ഇസ്ലാഹി പ്രസ്ഥാനം വളർന്നു പന്തലിച്ചു. അതിനൊരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായി, ഒരുപാട് കോളേജുകളും മദ്രസകളും പള്ളികളും മഹല്ലുകളും ഉണ്ടായി. ആ പ്രിയപ്പെട്ടവരെ, ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയി. എങ്ങനെയാണ് പോയത്? നമ്മുടെ നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പടപൊരുതി യഥാർത്ഥ തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതപ്പുറം മതപരമായിട്ടുള്ള വിജ്ഞാനം ജനങ്ങൾക്കുണ്ടാകണം എന്ന രൂപത്തിൽ യഥാർത്ഥമായ പ്രമാണമാണ് പഠിപ്പിച്ചത്. എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിച്ച പ്രമാണം? സലഫുകളുടെ പാതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത്, നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അതിനുശേഷമുള്ളത് പിന്നീട്, അഥവാ ആദ്യത്തെ 300 വർഷക്കാലം ആ പാരമ്പര്യം, ആ പൂർവികരായ പൂർവസൂരികളായ സ്വഹാബികളും താബിഉകളും തബഉ താബിഉകളും പഠിപ്പിച്ച ദീൻ എന്താണോ അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിലെ മണ്ണിലെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, അതിലൂടെ ഈ നവോത്ഥാന പ്രസ്ഥാനം ഇരുണ്ട കാലഘട്ടത്തിലേക്ക് വെള്ളി വെളിച്ചവുമായി കെ.എം. മൗലവിയും വക്കം മൗലവിയും അതുപോലെ തന്നെ ഈ മൊയ്തു മൗലവിയും സനാഉല്ലാഹ് അടക്കമുള്ള ഒരുപാട് പൂർവസൂരികളായ പണ്ഡിതന്മാർ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മുകളിൽ നിന്നിരുന്ന അന്ധകാരത്തിന്റെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന അന്ധകാരത്തിന്റെ കാർമേഘങ്ങളുണ്ടല്ലോ, ആ അന്ധകാരത്തിന്റെ ശീലയുണ്ടല്ലോ, അതിനെ വിടവുകൾ ഉണ്ടാക്കി, അതിനെ വിള്ളലുകൾ ഉണ്ടാക്കി. ആ വിടവുകളിലൂടെ, ആ വിള്ളലുകളിലൂടെ ഇസ്ലാമിന്റെ പ്രകാശങ്ങൾ ജനങ്ങളുടെ മനസ്സകങ്ങളിലേക്ക് പ്രവഹിച്ചു. ജനമനസ്സുകൾ തൗഹീദ് മനസ്സിലാക്കി, ഖുർആന് പഠിച്ചു, തൗഹീദ് പഠിച്ചു, മതം പഠിച്ചു. അതേ, അവർ പുരോഹിതന്മാരെ തള്ളിപ്പറയാൻ തുടങ്ങി. പള്ളികളുണ്ടായി.
ഉണ്ടായി, മദ്രസകൾ ഉണ്ടായി, വലിയ വിപ്ലവങ്ങൾ ഉണ്ടായി. സക്കാത്ത് എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. സാമ്പത്തികമായി നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരായി മാറണമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിന്ന സ്ത്രീധനം എന്ന് പറയുന്ന ആ കഠിനമായ ആ ഒരു അനാചാരത്തെ ഇസ്ലാഹി പ്രസ്ഥാനം തന്റെ പുറങ്കാലുകൾ കൊണ്ട് കൊപ്പച്ചട്ടിയിലേക്ക് തള്ളിവിട്ടു. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ പെണ്ണ് സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് അതുണ്ടായത്. പല ബാപ്പമാർക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. മക്കൾക്ക് പെൺകുട്ടിയായതിന്റെ പേരിൽ വീട്ടിൽ അകത്തിടേണ്ടവളല്ല, അവൾ സമൂഹത്തിന്റെ ബാധയാണ്. അവൾ പുരുഷന് ലഭിക്കേണ്ട അർഹമായ അവകാശങ്ങൾ ലഭിക്കേണ്ടവളാണ്, അവൾ പഠിക്കേണ്ടവളാണ്, അവൾ പഠിക്കേണ്ടവളാണ് എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്നതിന് പ്രോത്സാഹനം നൽകിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാതയിലേക്ക് പുരോഹിത വർഗം കടന്നു വന്നു. ഇന്ന് പുരോഹിത വർഗം പറയുന്നു ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വനിതാ കോളേജുകൾ ഉള്ളത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ നവോത്ഥാനത്തിന്റെ പാത കാണിച്ചു തന്നതിന് അർഹതയുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട പുരോഹിത വിഭാഗം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിൽ സാംസ്കാരികമായിട്ടുള്ള വലിയ വിപ്ലവമാണ് നമ്മുടെ നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്ത്രീകളുടെ വേഷം എങ്ങനെയായിരുന്നു? ഒരു മുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ശീലകൾ തെന്നിച്ചേർത്ത ഒരു തരത്തിലുള്ള കുപ്പായവും ഒരു മക്കനെയും മാത്രം ധരിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ ഉമ്മവങ്ങന്മാർ, അവർക്ക് കൃത്യമായ ആറ് മറക്കുന്ന രൂപത്തിൽ, തലമറക്കുന്ന രൂപത്തിൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള വേഷങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് നവോത്ഥാന പ്രസ്ഥാനമായ ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്നതിൽ ഒരു തർക്കവും വേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി യഅകുലൂന അംവാലൻ നാസ്. അല്ലാഹുവിന്റെ ഈ ദീൻ പറഞ്ഞുകൊണ്ട് ഈ ദീനെ വിറ്റ് കാശാക്കി ജനങ്ങളുടെ പണം തിന്നാൻ വേണ്ടി ഈ ഹോമവും മന്ത്രവാദ ചികിത്സകളുമായി ഊരി ചുറ്റിയ പുരോഹിതന്മാരെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തിയവരായി പുരോഹിതന്മാർ മാറി. മതവിദ്യാഭ്യാസം നൽകുന്നതിന് പുരോഹിതന്മാർ വിലങ്ങു നിന്നു. ഖുതുബ മലയാളത്തിൽ ഖുതുബ തുടങ്ങിയപ്പോ അതിനെ കളിയാക്കി ആ നിലക്ക് മതവിദ്യാഭ്യാസം നൽകുന്നതിൽ നിന്ന് അത് ഇസ്ലാമിന്റെ ശരീഅത്തിന് വിരോധിച്ച കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ. എന്തിനപ്പുറം പറയുന്നു പ്രിയപ്പെട്ടവരെ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നു കഴിഞ്ഞാൽ അത് വെള്ളിയാഴ്ച ഖുതുബ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഉസ്താദുമാർ കേട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അറബിയിൽ ഖുതുബ പറയാൻ പാടുള്ളൂ, അല്ല എങ്കിൽ അത് ബാത്തിലാണ് എന്ന് പറഞ്ഞ ആളുകൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൽ ഖുതുബ കേട്ടപ്പോ ജുമാ ഖബൂലാണോ അതോ അത് തള്ളപ്പെട്ടതാണോ എന്ന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇസ്ലാഹി പ്രസ്ഥാനം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? അതേ, മദ്രസകൾ തുടങ്ങിയത് നവോത്ഥാന പ്രസ്ഥാനമായ ഇസ്ലാഹി പ്രസ്ഥാനമാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. അതിന്റെ പേരിലാണല്ലോ ഏറ്റവും കൂടുതൽ വനിതാ കോളേജുകൾ ഉള്ളത് എന്ന് നിങ്ങൾ ഇന്ന് അഹങ്കരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഞങ്ങൾക്കാണ് കൂടുതലുള്ളത് എന്ന് പറയുമ്പോ ഒരു കാലഘട്ടത്തിൽ അത് നരകത്തിന്റെ ഭാഷയാണ് എന്ന് പറഞ്ഞ നിങ്ങൾ ഇന്ന് അഹങ്കരിക്കുന്നുവെങ്കിൽ അതിന് കാരണം ഇസ്ലാഹി പ്രസ്ഥാനമാണ്. മലയാള ഭാഷ പരിചയവും ഉണ്ടായിരുന്നില്ല, അത് ആര്യന്മാരുടെ ഭാഷയാണ് എന്ന് പിറകോട്ട് നിന്ന ആളുകൾ ഇന്ന് ഒരുപാട് ലൈബ്രറികളും ഒരുപാട് പുസ്തകങ്ങളും ഇറക്കിയത് ഈ ശുദ്ധമായ മലയാളത്തിലാണ്. അതിന് കാരണമായത് സനാഉൽ അടക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പൂർവ്വസൂരികളായ നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുടെ നവോത്ഥാനത്തിന്റെ വഴിയിലാണ് നിങ്ങൾ സഞ്ചരിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ തള്ളിക്കളയാൻ കഴിയുമോ? പരിശുദ്ധ ഖുർആൻ തഫ്സീർ എഴുതിയപ്പോ അത് പാടില്ല, അത് അർത്ഥം പറയാൻ പാടില്ല, പഠിക്കാൻ പാടില്ല എന്ന് ഇഫ്ലാക്കുന്നതിന് വിലങ്ങു നിന്നവരാണ് പുരോഹിത വർഗം. പഠിക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാഹി പ്രസ്ഥാനം കൈവച്ചിട്ടുള്ള ഓരോ മേഖലകളാണ്. ആ നിങ്ങളാണ് ഞങ്ങൾക്ക് ഇത്ര തഫ്സീറുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ജിന്ന്, ശൈത്താന്, പൊട്ടിതിരിക്കൽ, കൂടോത്രം, അതുപോലെ തന്നെ ഈ നിലക്കുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും കേരളത്തിലെ മുസ്ലിമീങ്ങൾ അന്ധവിശ്വാസമായി കണ്ട് അതിൽ നിന്ന് തിരകോട്ട് മാറി തൗഹീദിന്റെ പാതയിലേക്ക് വന്നു. ചികിത്സ നടക്കുകയാണ്. ഏതെങ്കിലും രൂപത്തിലുള്ള ഫിക്സ് വരുമ്പോ, അവസ്മാരം വരുമ്പോ അത് ജിന്ന് കയറിയതാണ്, അത് കണ്ണേർത്ത
തട്ടിയതാണ്, അത് മാരണം തട്ടിയതാണ്, അതിന് ഇന്ന തങ്ങളുടെ അടുത്താണ്, ഇന്ന ബീവിയുടെ അടുത്താണ്, ഇന്ന മാലയാണ്, ഇന്ന നൂലാണ്, ഇന്ന ഏലസാണ് കെട്ടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദ ചികിത്സ നടത്തിയപ്പോ ഇസ്ലാഹി പ്രസ്ഥാനമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ഇബാദല്ലാഹ് തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം. ഹോസ്പിറ്റലുകൾ തുടങ്ങിയത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാൽച്ചുവട്ടുകളാണ്. നിങ്ങളല്ലേ ഇന്ന് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ളത് എന്ന് അഹങ്കരിക്കുമ്പോ അതിന്റെ പിറകിൽ മുജാഹിദ് പ്രസ്ഥാനമാണ് അതിന് വഴി കാണിച്ചു തന്നത് എന്ന് പ്രിയപ്പെട്ട പുരോഹിത വിഭാഗം മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഖുത്ബ മലയാളത്തിൽ പാടുള്ളൂ എന്ന് പറഞ്ഞ അത് ആ നിലക്ക് തന്നെ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളുകൾ ഇന്ന് ഖുത്ബക്ക് മുമ്പ് തറപ്രസംഗം തുടങ്ങി. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല, അവൾ വീടിന്റെ ഉള്ളാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ ആളുകൾ സ്ത്രീകൾക്ക് സൗകര്യമുള്ള പള്ളികൾക്ക് സ്ഥലത്ത് സ്ത്രീകൾക്ക്, യാത്രക്കാരായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമെന്ന് എഴുതി വെക്കേണ്ടിടത്തേക്ക് എത്തിയത് ഈ മുജാഹിദ് പ്രസ്ഥാനമാണ് എന്നത് പ്രിയപ്പെട്ടവരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് നോക്കൂ, നിങ്ങൾ നമ്മുടെ നാട്ടുകളിൽ ഖുത്ബ നിർവഹിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടല്ലോ. ഏത് ഖുത്ബയാണ്? നിക്കാഹ് ഖുത്ബകൾ നടക്കുന്ന സന്ദർഭത്തിൽ ആ നിക്കാഹ് ഖുത്ബ മുജാഹിദ് പ്രസ്ഥാനം എന്നോ തുടങ്ങിയ വിഷയമാണ്. എന്നാൽ നമ്മളുടെ പുരോഹിത വിഭാഗം ആളുകൾ ഇന്ന് നേതൃത്വം കൊടുക്കുന്ന പല നിക്കാഹുകളിലും ഇപ്പോൾ ഖുത്ബ ആരംഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അർഫമറ. കാരണം അതിന്റെ പിറകിൽ ഈ പ്രസ്ഥാനത്തിന്റെ വഴിയാണ് എന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നോക്കൂ, നിങ്ങൾ മലയാള ഖുത്ബ പാടില്ല, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് മലയാളത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി വ്യക്തമായി പ്രാമാണികമായി അതിന് മറുപടി പറഞ്ഞ ആ സന്ദർഭത്തിൽ നിക്കാഹ് വേളകളിൽ അറബിയിൽ പറഞ്ഞതിന് ശേഷം പിന്നെ എന്തിനാണ് അതൊന്ന് മലയാളത്തിൽ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അറബിയിൽ മാത്രമാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കർമ്മം നിർവഹിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട എന്റെ ഉസ്താദുമാരെ, നിങ്ങൾ നിക്കാഹ് നടത്തുമ്പോ അതൊന്നും മലയാളത്തിൽ കൂടി പറയുന്നത് അത് ചെക്കന് മനസ്സിലാകണ്ടേ, അത് വാപ്പാക്ക് മനസ്സിലാകണ്ടേ? അത്ര തന്നെയല്ലേ ഉള്ളൂ. ജുമയുടെ ഖുത്ബയുടെ വിഷയത്തിലും ഞങ്ങളും പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സകാത്ത് കൊടുക്കുന്ന വിഷയം ഏതാണ് രീതി, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്തത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, നല്ല വസ്ത്രം ധരിക്കാനും പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും നല്ല രൂപത്തിലുള്ള സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നത് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേരിലാണ്. ഞാൻ പറഞ്ഞത് ഇസ്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം നന്നാക്കുക എന്നാണ്. കേടുവന്നതിനെ നന്നാക്കുക എന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന അനാചാര അന്ധവിശ്വാസ പ്രവർത്തനങ്ങളെ ഇസ്ലാമിന്റെ ഖുർആൻ കൊണ്ട്, പ്രവാചകന്റെ സുന്നത്ത് കൊണ്ട് ഈ സമൂഹത്തിന് നന്നാക്കി കൊടുക്കുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തത്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, ഞാനിതാ നിങ്ങൾ രണ്ട് കാര്യം വിട്ടേച്ചു കൊണ്ടുപോവുകയാണ്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, ഫിഅൽ മുദാരിന്റെ മുൻപിൽ ലൻ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കുകയില്ല എന്നതാണ് അതിന്റെ മഅന. എങ്കിൽ ലൻ തദില്ലു, എന്റെ മക്കളെ, എന്റെ സമൂഹമേ, എന്റെ സ്വഹാബികളെ, നിങ്ങൾ ഭാവിയിൽ വഴിപിഴച്ചു പോവുകയില്ല. മാ തമസ്സക്തും ബിഹിമാ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്ന ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വഴിപിഴച്ചു പോവുകയില്ല. അത് കിതാബ് അല്ലാഹി വസുന്നത്ത് നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ്. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു തന്ന പ്രവാചകന്റെ ചര്യയാണ്, ജീവിതമാണ്, സുന്നത്താണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഫൈൻ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ പ്രവാചകനെ അനുസരിക്കുക. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടായാൽ, ഭിന്നഭിപ്രായമുണ്ടായാൽ, ഫർദൂഹു ഇലല്ലാഹി വ ഇലർ റസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കുമാണ് നിങ്ങൾ വിടേണ്ടത്. അത് ഖുർആനിലുണ്ടോ, അത് ഹദീസിലുണ്ടോ? അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിച്ചത്. പ്രമാണം ഖുർആനാണ്. അതിനാദ്യമായി വിശദീകരിച്ചത് പ്രവാചകനാണ്, അത് പ്രവാചകന്റെ ഹദീസാണ്. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഈ കേരളത്തിന് കൃത്യമായ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടാണ് അതിന്റെ ഏറ്റവും പരമപ്രധാനമായ ആദർശവും ആശയവും എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനോടല്ലാതെ ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം
മാത്രമാണ് തന്റെ ജീവിതത്തിൽ അള്ളാഹു എന്നതാണ് ഏറ്റവും വലിയ അത്താണിയായിട്ടുള്ളത്. അള്ളാഹു ഒടുക്കത്തെ അഭയമല്ല, ഒപ്പമുള്ള അഭയമാണ്. അതോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കൊടുക്കേണ്ട അള്ളാഹുവിനുള്ള യാതൊരു സങ്കല്പവും അഥവാ നാമഗുണവിശേഷണങ്ങളിലാകട്ടെ, അവന്റെ ഖദറിലാകട്ടെ, അവന്റെ ദാത്തിലാകട്ടെ, ഒരു കാര്യത്തിലും അള്ളാഹുവിനെ പോലെ എന്ന് ഈ ലോകത്ത് പറയാൻ ഒരു ശക്തിയുമില്ല എന്നതാണ് തൗഹീദിന്റെ ഏറ്റവും വലിയ വിവക്ഷ എന്ന് പറയുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, അവൻ എല്ലാവർക്കും അത്താണിയാണ്. യാതനയുണ്ടോ, വേദനയുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബായ അല്ലാഹുവിനോട് മാത്രമാണ്. വലൻ യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല എന്നതാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഏറ്റവും പരമപ്രധാനമായ ആശയം. ഇത് ഇസ്ലാമിന്റെ ആശയം, അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആനിലൂടെ പഠിപ്പിച്ച ആശയമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം ഈ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം തന്നെ ഇസ്ലാമിനെ അതിന്റെ തനതായ രൂപത്തിൽ സമൂഹത്തിൽ മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ്. ഖുർആനും സുന്നത്തും അറബി ഭാഷയും ജനങ്ങളെ പഠിപ്പിക്കുക എന്നതാണ്. മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമിന്റെ അന്തസത്ത നിരക്കാത്തതായ വിശ്വാസ ജീർണതകളെ, ദുരാചാരങ്ങളെ, പൗരോഹിത്യത്തെയും ബോധവൽക്കരിക്കുക എന്നതാണ്. സംഘടിത സക്കാത്ത് പ്രോത്സാഹിപ്പിക്കുക, അത് നടപ്പിലാക്കുക എന്നതാണ്. സ്ത്രീകൾക്ക് മതഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനവും പള്ളികളിൽ ആരാധനാ സ്വാതന്ത്ര്യവും നൽകുക, സൗകര്യം ഏർപ്പെടുത്തുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ. എല്ലാ മതവിശ്വാസികൾക്കിടയിലും സൗഹാർദ്ദവും സഹിഷ്ണുതയും വളർത്തിയെടുക്കാൻ യത്നിക്കുക എന്നതാണ്. നിങ്ങൾ സൂക്ഷ്മതയിലും തഖ്വയിലും അഥവാ പരസ്പരം സഹകരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. ആരെങ്കിലും ദുഃഖിച്ചുകൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ ജീവിക്കാൻ പാടില്ല എന്നത് കൃത്യമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയാണ്. അഴിമതിയാകട്ടെ, ധൂർത്താകട്ടെ, സ്ത്രീധനമാകട്ടെ, പലിശയാകട്ടെ, തീവ്രവാദമാകട്ടെ, എല്ലാത്തിനെയും അകറ്റി നിർത്തുക എന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലാകുമ്പോ ഏറ്റവും വലിയ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, സഹായാഭ്യർത്ഥന അള്ളാഹുവിനോട് മാത്രം. ആ വിഷയം ഇൻഷാ അല്ലാഹ് കൃത്യമായി എനിക്ക് ശേഷമുള്ള സംസാരത്തിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വറസൂലിക വനബിയിക വഅബ്ദിക മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.